ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ലക്ഷദ്വീപുകാരുടെ സ്വന്തം കിലാഞ്ചിയും പാലും. അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ കുറഞ്ഞ ചേരുവകളെ കൊണ്ട് നല്ല ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് ടൈമിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണ്ടേ? വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ പച്ചരി നമുക്കൊന്ന് കഴുകി കുതിരാനായിട്ട് വയ്ക്കാം. ഒരു 4 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് പച്ചരി കുതിർത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലെ ആ ഒരു മുട്ടയും പച്ചരിയും തമ്മിലുള്ള കറക്റ്റ് കണക്ക് എന്ന് പറയുന്നത് 1.5 കപ്പ് പച്ചരിക്ക് 3 കോഴിമുട്ടയാണ്. ഞാനിപ്പോൾ 1 കപ്പ് നിറയെ പച്ചരി എടുത്തുകൊണ്ട് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തത്. മുട്ട എടുക്കുമ്പോൾ നമ്മൾ കൂടിപ്പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ലൈറ്റ് ഒരു യെല്ലോ കളറിലേക്കൊക്കെ ആയിപ്പോവും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ മാക്സിമം എത്രത്തോളം നന്നായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഒത്തിരി വെള്ളമൊഴിച്ച് അരച്ചാലും നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്തു. അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നീർദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു പരുവത്തിലായിരിക്കണം. അത്രത്തോളം ലൂസ് ആയിരിക്കണം നമ്മളുടെ ഈ ഒരു മാവെന്ന് പറയുന്നത്. നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുത്ത് ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈസി ആയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടങ്ങ് അരിച്ചും കൂടി എടുത്താൽ മതി. അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തുണി വെച്ചിട്ടോ നമുക്കിത് നന്നായിട്ടങ്ങ് അരിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് അരിച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലക്ഷദ്വീപുകാരുടെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ പലരും ഉപ്പ് ചേർക്കാറില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരല്പം മാത്രം ഉപ്പ് ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പിലാഞ്ചിക്കുള്ള മാവ് ഈസി ആയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ലൂസ് ആയിട്ടുള്ള പരുവത്തിൽ വേണം നമ്മൾ മാവ് ഇരിക്കാനായിട്ട്. ഒട്ടും കട്ടി പാടില്ല, ഒട്ടും കട്ടിയില്ലാതെ നല്ല നൈസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. അപ്പോൾ നമുക്കിനി പിലാഞ്ചി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഇനി മാവ് ഒരു തവി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ പെട്ടെന്ന് തന്നെ ഒന്ന് ചുറ്റിച്ചും കൂടി കൊടുക്കുക. ഇത് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. പാനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരാൻ തുടങ്ങുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യുന്ന രീതിയും കൂടി ഒന്ന് കാണിച്ചു തരാം. രണ്ട് സൈഡും ഇതുപോലെ സെൻറ്ററിലോട്ടൊന്ന് മടക്കിയെടുക്കുക. ഇനി നമുക്ക് മറ്റേ 2 സൈഡും കൂടി ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് നല്ല തൂവെള്ള നിറത്തിലുള്ള പിലാഞ്ചി ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവും കാര്യങ്ങളൊക്കെ തന്നെ വേണം നമ്മൾ എടുക്കാനായിട്ട്. മുട്ടയുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു സ്മെല്ലും കളറൊക്കെ അങ്ങ് ചേഞ്ച് ആയി പോവും. അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ പിലാഞ്ചിക്ക് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ അത് അന്നത്തെ ദിവസം തന്നെ ഉണ്ടാക്കി തീർക്കാം. പിറ്റേ ദിവസത്തേക്ക് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മൾ പച്ചരിയും മുട്ടയും ഒക്കെ ഒന്നിച്ചിട്ട് അടിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ അത് അത്ര നന്നാവില്ല. അതങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ആ ഒരു ദിവസം തന്നെ ഉണ്ടാക്കി തീർക്കാം. അപ്പോൾ പിലാഞ്ചി നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കോമ്പിനേഷനായിട്ട് വരുന്ന പാലൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ എടുക്കാം. ഞാനിവിടെ 1 കപ്പോളം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം കട്ടിയുള്ള പാല്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ചെറിയ ഏത്തപ്പഴമാണ്. അപ്പോൾ ഞാനത് ചെറുതാക്കി ഒന്ന് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ കയ്യിൽ ഞാലിപ്പൂവമ്പഴം ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാലിപ്പൂവൻ ഉണ്ടെങ്കിൽ അത് തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പാലിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് മധുരമാണ്. ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് കളർ കുറഞ്ഞ ശർക്കര ഉണ്ടാവുമല്ലോ, അതാണെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിലാഞ്ചിക്ക് വേണ്ടിയുള്ള മാവും നമ്മൾ റെഡിയാക്കി എടുത്തു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. മറ്റു കറികളുടെ ഒന്നും കൂടെയല്ല, ഈ ഒരു പഴം പാല് ആ ഒരു കോമ്പിനേഷനിൽ കഴിക്കുമ്പോഴാണ് ശരിക്കും ഒരു നല്ല ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുക. നല്ല അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.